നമസ്കാരം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വിഷയം ഒരു പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗമായിട്ടുള്ള കരൾ രോഗങ്ങളെ പറ്റിയാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് കരൾ. അപ്പോൾ ഈ കരളിൽ എത്തിച്ചേരുന്ന പോഷകങ്ങൾ ഉപയോഗിച്ച് ഏകദേശം 500-ൽ പരം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ളത്, വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശരീരത്തിൽ എത്തിച്ചേരുന്ന ടോക്സിൻസ്, അത് വായുവിലൂടെ ആയാലും ത്വക്കിലൂടെ ആയാലും ഭക്ഷണത്തിലൂടെ എത്തിച്ചേരുന്ന ബ്ലഡിൽ എത്തിച്ചേരുന്ന ടോക്സിൻസിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവർത്തനം കൂടി കരളിന് പ്രധാനമായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കരളിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, രോഗങ്ങൾക്ക് കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ടും അമിതമായിട്ടുള്ള കൊഴുപ്പിൻ്റെ ഉപയോഗം അത് കരൾ രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, ലിവർ ടോക്സിക് ആയിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം, അമിതമായിട്ടുള്ള മദ്യപാനം, അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കൂടുതൽ ശരീരത്തിൽ എത്തിപ്പെടുന്നത്, അതേപോലെ തന്നെ ഭക്ഷണത്തിലുള്ള പ്രിസർവേറ്റീവ്സും, അതേപോലെ തന്നെ ഭക്ഷണത്തിൽ രുചിക്കൂട്ടുകൾ, ചില പ്രത്യേക രുചിക്കൂട്ടുകളുടെയൊക്കെ അമിത ഉപയോഗം, കീടനാശിനികൾ ആഹാരത്തിലൂടെയൊക്കെ എത്തിച്ചേരുന്നതൊക്കെ ഈ പറഞ്ഞ കരൾ രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ കൊഴുപ്പ് മൂലം ഉണ്ടാകുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിക്കാം. അപ്പം അതിന് പറയുന്നത് ഫാറ്റി ലിവർ എന്നാണ്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന കണ്ടീഷനാണ് പറയുന്നത്. ഇപ്പോൾ കരളിലെ കോശങ്ങൾ ഹെപ്പാറ്റോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതനുസരിച്ചിട്ട് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഫാറ്റി ലിവർ ഡിസീസ് കണ്ടീഷനുണ്ട്. അപ്പോൾ അത് ഗ്രേഡ് 3 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം പൂർണ്ണമായിട്ടും ലിവറിൽ കൊഴുപ്പടിഞ്ഞു കൂടുകയും ലിവറിൻ്റെ വലിപ്പം വയ്ക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ കോശങ്ങളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിൻ്റെ ഫലമായിട്ട് കോശങ്ങളുടെ പ്രവർത്തനം മന്ദീകരിക്കുകയും അത് കോശങ്ങൾക്ക് ഇൻഫ്ലമേഷന് കാരണമായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കോശങ്ങൾക്ക് നാശം സംഭവിച്ചു കഴിയുമ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം ആക്റ്റീവ് ആവുകയും അപ്പോൾ ഈ കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഇൻഫ്ലമേറ്ററി പതോളജി കണ്ടീഷൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് ലിവറിന് വീക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. മദ്യപാനത്തിലൂടെ ആയാലും ഈ പറഞ്ഞ അമിതമായിട്ടുള്ള മദ്യപാനവും ഈ പറഞ്ഞ അമിതമായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിന്, ഈ കോശങ്ങൾ അടിഞ്ഞു കൂടുന്നതിന് കാരണമാവുകയും ഈ പറഞ്ഞ ലിവറിൽ നേരത്തെ പറഞ്ഞ ഇൻഫ്ലമേഷൻസിന് കാരണമായി തീരുകയും ചെയ്യുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ചില ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻസും ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്നു. അതേപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. ഇനി ആയുർവേദത്തിൽ നമുക്ക് ഈ പറഞ്ഞ ഫാറ്റി ലിവർ ഡിസീസ് കണ്ടീഷനിൽ എന്തൊക്കെ ചികിത്സയാണെന്നുള്ളത് നോക്കാം. ഒരു ഹെപ്പറ്റൈറ്റിസ് എന്നൊരു കണ്ടീഷനല്ല, അതിന് മുന്നേ ഫാറ്റി ലിവർ, അപ്പോൾ ഈ കരളിൽ അമിതമായി അടിച്ചുപിടിക്കുന്ന കൊഴുപ്പ് കുറയ്ക്കണമെന്നാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ള ചികിത്സ. ഇവിടെ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് മേധോപക സ്രോതോദുഷ്ടി എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൊഴുപ്പ് കുറയാൻ വേണ്ടിയുള്ള ചികിത്സകളാണ് അതിൻ്റെ ചികിത്സകളായിട്ട് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്തരം മരുന്നുകളുടെ പ്രയോഗങ്ങൾ കൊണ്ട് ഈ ലിവറിൽ അമിതമായിട്ട് അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പ് കുറയ്ക്കുക, അതേപോലെ തന്നെ ഭക്ഷണ നിയന്ത്രണം, കരളിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, നല്ല കൊഴുപ്പുകളുമുണ്ട്, അതേപോലെ ഇൻഫെക്ഷനെ കൂട്ടുന്ന കൊഴുപ്പുകളുമുണ്ട്, അതേപോലെ തന്നെ പുതിയ സെൽസിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ കൊഴുപ്പുകളുമുണ്ട്. അപ്പോൾ ഒമേഗ 3 പോലുള്ള സപ്ലിമെൻറ്റ്സ് നൽകുന്ന ആഹാരങ്ങളുടെ ഉപയോഗം, അതേപോലെ ചിട്ടയായ വ്യായാമം, അതേപോലെയുള്ള പ്രത്യേക രീതിയിലുള്ള മർമ്മ ചികിത്സകൾ, ഇതൊക്കെ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കൊഴുപ്പിൻ്റെ അമിതമായിട്ടുള്ള ലിവറിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥയെ ക്രമീകരിച്ച് കൊണ്ടുവരാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഈ കൊഴുപ്പ് അമിതമായിട്ട് അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു കോശങ്ങൾക്ക് ഇൻഫ്ലമേഷൻ സംഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അപ്പോൾ അത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നു. അതിനുശേഷം ഈ നാശം സംഭവിക്കുന്ന കോശങ്ങൾക്ക് ഫൈബ്രോസ്ഡ് ആവുകയും അത് ഈ പറഞ്ഞ ലിവർ ചുരുങ്ങിപ്പോകാൻ കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ലിവറിന് സീറോട്ടിക് കണ്ടീഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിവർ ചുരുങ്ങി പോകുന്നൊരു അവസ്ഥ വന്നു കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ സ്റ്റിഫ് ആവുകയും ഓർഗൻ കൂടുതൽ ഹാർഡ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് അനന്തരഫലമായിട്ട് ലിവറിലേക്ക് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിലെല്ലാം സ്ലോ ആവുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ മദ്യപിക്കുകയും അത് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ പോലുള്ള കണ്ടീഷൻസിന് കാരണമാവുകയൊക്കെ ചെയ്യും. അത് പിന്നീട് അത് ഫർദർ ഒരുപാട് കോംപ്ലിക്കേഷൻസിന് കാരണമാവുകയും ചെയ്യും. രക്തഛർദ്ദിക്കുന്ന പോലുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ലിവർ ഫെയിലിയർ എന്നൊരു സ്റ്റേജ് എത്തുന്നതിന് മുന്നേ ഇപ്പോൾ സിംറ്റംലെസ് ആയിട്ട് സീറോട്ടിക് ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്തു. രോഗിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഈ പറഞ്ഞ എൻസൈംസിൻ്റെ അളവ് അമിതമായിട്ട് കണ്ടു. അപ്പോൾ അത്തരം അവസ്ഥയിൽ ആയുർവേദത്തിൽ എന്താണ് ചികിത്സയെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ ഒരു ഓർഗൻ റിവേഴ്സൽ ട്രീറ്റ്മെൻറ്റ് എന്നൊരു കൺസെപ്റ്റ് പറയുമ്പോൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന സുശ്രസംഹിത എന്നൊരു ലിറ്ററേച്ചർ ബുക്കുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ശരീരസ്ഥാനം എന്നൊരു ടെക്സ്റ്റിൽ പറഞ്ഞൊരു പോർഷനുണ്ട്. അവിടെ
കലകളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഈ കലകളെ പറ്റി പറയുമ്പോൾ അവിടെ സോഫ്റ്റ് ടിഷ്യൂ എന്നാണ് പറയുന്നത്. ഈ കലകൾ എന്ന് പറയുന്നത് അത് പേശികൾക്കായാലും ഓർഗൻസിന് ചുറ്റുമുള്ള ഒരു കവറിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഇതിന് പ്രൊട്ടക്റ്റീവായിട്ടും ന്യൂട്രീറ്റീവായിട്ടും സെക്രീറ്റീവായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കലകളെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ചികിത്സകൾ, അപ്പോൾ അതിനുവേണ്ട പ്രത്യേക രീതിയിലുള്ള മർമ്മ ചികിത്സകൾ, ഓർഗനിലേക്ക് രക്തം കൂട്ടുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ, പ്രത്യേക യോഗ തെറാപ്പി, അതേപോലെ തന്നെ മെഡിക്കേഷൻ, രസായന ചികിത്സകൾ, പഞ്ചകർമ്മ ചികിത്സകൾ, ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ലിവറിൻ്റെ പുതിയ കോശങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള കൃത്യമായ പോഷണങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറോട്ടിക് ചേഞ്ചസിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ ഒരു പരിധി വരെ ഇതിനെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ പഠനങ്ങളിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടുതൽ ഫലപ്രദമായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സ്റ്റേജുകൾ നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റും. പിന്നീട് ഇതൊരു കോംപ്ലിക്കേഷൻ സ്റ്റേജിലോട്ട് വന്ന് ലിവർ ഫെയിലിയറായി ഈ പറഞ്ഞ കണക്ക് ലിവറിൽ രക്തത്തിൽ അമോണിയയുടെ അളവ് കൂടി രോഗി അൺകോൺഷ്യസ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അതല്ലെങ്കിൽ ത്രോമ്പിൻ്റെ അളവ് കുറഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ ആൽബുമിൻ്റെ അളവ് കുറഞ്ഞു പോയിട്ട് ശരീരം മൊത്തം നീര് കെട്ടുന്ന കണ്ടീഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം സ്റ്റേജൊക്കെ വരുമ്പോഴത്തേക്ക് അതിന് പ്രത്യേക സംവിധാനങ്ങളോട് കൂടി തന്നെ കെയർ ആവശ്യമായിട്ട് രോഗിക്ക് വരും. അപ്പോൾ അത്തരം ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റ് തന്നെ വേണ്ടി വരും. അത്തരം സ്റ്റേജിൽ അത്തരം ചികിത്സകളിലേക്ക് രോഗിക്ക് പോകേണ്ടി വരും. ഒരു അസിംറ്റമാറ്റിക് ആയിട്ട് സിംറ്റംലെസ് ആയിട്ട് എന്നാൽ ഇത്തരം സീറോട്ടിക് ചേഞ്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത കണ്ടീഷൻസിൽ നമുക്ക് റിവേഴ്സൽ ട്രീറ്റ്മെൻറ്റൊക്കെ ആയുർവേദത്തിലൂടെ ചെയ്ത് ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേപോലെ ലിവറിനൊരു പ്രത്യേകതയുണ്ട്. അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളർന്നു വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ചിട്ടയായ വ്യായാമം, ചിട്ടയായ ഭക്ഷണക്രമം, അതേപോലെ ലിവറിന് വേണ്ട പോഷകങ്ങൾ ഇതൊക്കെ കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പ്രൊട്ടക്റ്റീവായിട്ടുള്ള റിവേഴ്സൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഫലപ്രദമായി ചെയ്താൽ തീർച്ചയായിട്ടും ലിവർ ഡിസീസിന് നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ആയുർവേദത്തിലുള്ള ചികിത്സകളെ പറ്റി എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.